ഈശോയിൽ പ്രിയമുള്ളവരെ, മാർച്ച് 19 നമ്മളേറെ ആദരവോടെ വണങ്ങുന്ന വിശുദ്ധ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ. നമുക്ക് വലിയ സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഔസേപ്പിതാവ്. പലപ്പോഴും വിരക്ത ഭർത്താവായ ജോസഫ്, കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ, അങ്ങനെ വികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു വൃദ്ധനായ ഒരു പിതാവിൻ്റെ ചിത്രമാണ് നമുക്ക് പരിചയം. അതിൽ മാറി കുറച്ചും കൂടി യുവത്വമുള്ള വ്യത്യസ്തനായ ഒരു ജോസഫ്. ആ ജോസഫിനെ കുറിച്ചുള്ള ചില ചെറിയ ചിന്തകൾ നിങ്ങളുമായിട്ട് ഈ മരണത്തിരുന്നാളോട് അനുബന്ധിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഇടവുകളിലൊക്കെ നേർശ്രദ്ധയൊക്കെ നടത്തി വളരെ ആഘോഷത്തോടു കൂടിയാണ് ഈ മരണത്തിരുന്നാൾ കൊണ്ടാടുക. അങ്ങനെയുള്ള ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തൊരു യുദ്ധമുണ്ടാക്കുന്ന ഗ്യാസ് പ്രതിസന്ധിയിൽ നമ്മുടെ നേർശ്രദ്ധകൾ പോലും പാകപ്പെടുമോ എന്നുള്ളൊരു ഭയം നിൽക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ഇത്തരം ആഘോഷങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ജോസഫ് എന്ന ആ വ്യക്തിയെ നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ ധ്യാന വിഷയമാക്കുകയും ചെയ്യാം. വളരെ ശോഭയുള്ളൊരു മരണമാണ് ജോസഫിൻ്റേത്. അതുകൊണ്ടാണ് നമ്മൾ നന്മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് ജോസഫിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ജോസഫിൻ്റെ മരണം ഒരു ഹാപ്പി ഡെത്തായിട്ടൊരു സന്തോഷമുള്ള മരണമായിട്ട് മാറിയത് എന്നതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത്, ജോസഫിൻ്റെ മരണസമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവളായ മേരിയും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഈശോയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൻ്റെ കുടുംബക്കാരുടെയും ഉറ്റവരുടെയൊക്കെ കൂട്ടിൽ ആണ് അവിടെ വലിയ അടുപ്പമുള്ള സാന്നിധ്യം. അപ്പോഴാണ് ജോസഫിൻ്റെ മരണം സംഭവിക്കുക. മനോഹരമായ ചിത്രങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. വിഖ്യാതരായിട്ടുള്ള കലാകാരന്മാർ ജോസഫിൻ്റെ മരണത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ശയ്യാവലംബിയായ ഔസേപ്പിതാവ് ജോസഫ് അപ്പുറത്തും മേരിയും ഈശോയുമായിട്ട് നിന്ന് അവരുടെയൊക്കെ സുസ്മേരപതനായി സന്തോഷത്തോടെ വിട പറയുന്ന ഒരു ജോസഫിനായിട്ട് കാണുക. അതുകൊണ്ടാണ് ജോസഫ് നൽമരണത്തിൻ്റെ സന്തോഷമുള്ള മരണത്തിൻ്റെ മധ്യസ്ഥനായിട്ട് മാറുക. എനിക്കൊന്ന് ജോസഫിനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ജീവിതത്തെക്കുറിച്ച് മരണവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന 2 വാക്കുകൾ. ഒരുപക്ഷെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന മിസ്റ്റിക്കും ഫിലോസഫറും ഒക്കെ ആയ ഒത്തിരി കോൺട്രവേഴ്സിയൽ ഉള്ള ഒരു വ്യക്തിയാണല്ലോ ഓഷോ. ഓഷോയുടെ കല്ലറയുടെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന വാചകത്തെ ഒരു ഭാഗം എങ്ങനെയാണ്: നെവർ ബോൺ നെവർ ഡൈഡ്. ഒരിക്കലും ജനിച്ചിട്ടില്ല, ഒരിക്കലും മരിച്ചിട്ടില്ല. അമർത്യതയുമായിട്ട് ബന്ധപ്പെടുത്തി, ഇമ്മോർട്ടാലിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരിക്കലും മരിക്കാത്ത ആത്മാവ്, ശരീരത്തിന് അപ്പുറത്തേക്ക് ജീവിക്കുന്ന ഒരു ആത്മാവ്, അതിനെ ബന്ധപ്പെടുത്തിയാണ് അത്തരമൊരു വാചകം ഓഷയെക്കുറിച്ച് പറയുക. ജോസഫിനെ കുറിച്ചും പറയാൻ പറ്റിയ, മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ 2 വാക്കുകൾ ഇതാണ്: അവൻ ജനിച്ചിട്ടില്ല, അവൻ മരിച്ചിട്ടില്ല. ജോസഫിൻ്റെ മരണത്തെക്കുറിച്ച് ലിറ്ററലായിട്ട് ഒന്നും പറയുന്നില്ല, മരണത്തെക്കുറിച്ചും പറയുന്നില്ല. സഭയുടെ പൈതൃകത്തിലാണ് ഇത്തരം വിശ്വാസം, നമ്മൾ പറഞ്ഞ വിശ്വാസമുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ജോസഫ് എന്ന വ്യക്തി, ആ വ്യക്തിയുടെ സാന്നിധ്യം ഒരു അമർത്യമായ സാന്നിധ്യമായിട്ട് മാറുന്നു? ഒരിക്കലും മരിക്കാത്ത ഒരു ആത്മബോധമായിട്ട് നമ്മുടെ വിശ്വാസ മനസ്സിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ നെവർ ബോൺ നെവർ ഡൈഡ് എന്ന വാക്യം ജോസഫിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കുക. അത്രമേൽ നമുക്ക് ആ ജോസഫിനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആശ്വാസം തരുന്ന, സന്തോഷം തരുന്ന, നമ്മുടെ മരണവും അപ്രകാരമായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സാന്നിധ്യം, ഒരു ജീവിതം, അതാണ് ജോസഫിൻ്റേത്. നല്ല മരണം, ഭാഗ്യമരണമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലമാണത്. ജോസഫിന് അത് കിട്ടി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരുപക്ഷെ പ്രായമുള്ളവരൊക്കെ വീടുകളിൽ
മരണത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ അവരുടെ ഉറ്റവരും സുഹൃത്തുക്കളൊന്നും ഇല്ല എന്നുള്ള വലിയ വിഷമം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. ചില ഇടവേളായിരിക്കുന്ന സമയത്ത് ചില പ്രായമുള്ള അപ്പച്ചനും അമ്മയ്ക്കൊക്കെ അവരുടെ മരണസമയത്ത് അന്ത്യകുദാശ കൊടുക്കാൻ പോകുമ്പോൾ പക്ഷെ ഉറ്റവരില്ലാതെ ഈ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങേണ്ടി വരുന്ന വലിയൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഈ അപ്പൻ്റെ മരണം ലൈവായിട്ട് വിദേശത്തായിരിക്കുന്ന മക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ മരണം, പ്രിയപ്പെട്ടവരുടെ മരണം, ആ മരണത്തിൻ്റെ ഒപ്പം നിൽക്കാനായിട്ട്, അതിന് സാക്ഷിയാകാനായിട്ട് ആ സമയത്ത് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഇവിടെ വിടവാങ്ങാനായിട്ട് ഉറ്റവരില്ലാതെ പോകുന്ന ഒരു ദൗർഭാഗ്യം. അങ്ങനെ ഭാഗ്യമുള്ള സന്തോഷമുള്ള മരണങ്ങൾ നഷ്ടപ്പെടുകയാണ്. കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ മാറുന്നു, പ്രിയപ്പെട്ടവർ കൂടെയില്ലാതാകുന്നു. ഇനി പ്രിയപ്പെട്ടവർ നാട്ടിലുണ്ടെങ്കിലും അവരൊക്കെ ഓൾഡ് ഏജ് ഹോമിലാവുന്നു, ഉപേക്ഷിക്കപ്പെടുന്നു. അങ്ങനെ പല രീതിയിലും ഇത്തരം മരണങ്ങളെ തനിയെ സ്വീകരിക്കേണ്ടി വരുന്ന, ഒരു കൂട്ടില്ലാതെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ മരണസമയത്ത് ഒരു കൂട്ടോടുകൂടി, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ ലോകത്തു നിന്ന് പോകുവാൻ സാധിക്കുന്നത് അത് ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് മാറേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത്, ജോസഫിൻ്റെ സുവിശേഷത്തിലെ എൻട്രി വളരെ ശാന്തമാണ്, വിടവാങ്ങലും വളരെ ശാന്തമാണ്. വലിയ ഒച്ചപ്പാടില്ലാതെ കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്. വലിയ ബഹളങ്ങളൊന്നുമില്ല, സിനിമയിൽ കാണുന്ന മാസ് എൻട്രി ഒന്നുമില്ല, വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊന്നുമില്ല. വന്ന് കയറി തൻ്റെ ഭാഗം കൃത്യമായിട്ട് നിർവഹിച്ച് വിടവാങ്ങുകയാണ്. നമ്മുടെ നാടകത്തിൽ, സിനിമയിലൊക്കെ ചില ശാന്ത നടന്മാരെന്നൊക്കെ പറയുമല്ലോ, ശാന്ത നടന്മാർ. പക്ഷേ അവർക്ക് ഈ ശാന്ത നടന്മാർ ഈ പ്ലോട്ടുകളിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അവരില്ലാതെ ആ കഥ പൂർണ്ണമാകില്ല. കഥ പൂർണ്ണമാകില്ലെന്ന് മാത്രമല്ല, ഒരു പരിധിവരെ ആ കഥയുടെ ഗതി തിരിച്ചുവിടുകയും ചെയ്യുന്നത് ഈ ശാന്തമായിട്ട് വന്നു പോയി അവരുടെ ഭാഗം അഭിനയിച്ച് പോകുന്നവരായിരിക്കും. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ജോസഫ്. വന്ന് തൻ്റെ ഭാഗം അഭിനയിച്ച് വളരെ ശാന്തമായിട്ട് രക്ഷാകര ചരിത്രത്തിൻ്റെ കഥയിൽ നിർണായകമായിട്ടുള്ളൊരു റോളാണ് ജോസഫ് വഹിച്ചത്. പക്ഷെ വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ല, അതിനെക്കുറിച്ച് വലിയ പ്രതിപാദനങ്ങളൊന്നും സുവിശേഷത്തിലില്ല, ഒത്തിരി വരികളൊന്നും അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞതൊക്കെ വളരെ രക്തചുരുക്കമായിട്ടുള്ള വാക്കുകളാണ്, കാതലായ സംഭാവനകളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. നമ്മുടെ ജീവിതത്തിലും ഈ ജോസഫിൻ്റെ ഒരു ശാന്ത നടൻ്റെ ഭാവം പുലർത്തേണ്ടത് ആവശ്യമാണ്. ബഹളങ്ങളില്ലാതെ ശാന്തമായിട്ട് ഇറങ്ങി വരാൻ, നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള കഥകളിലേക്ക് ഇറങ്ങി വരാൻ, അത് സ്വന്തം ജീവിതത്തിലേക്കാവാം, മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്കാവാം, പൊതുസമൂഹത്തിൻ്റെ സംഭവങ്ങളിലേക്കാവാം, ഏതുമാകട്ടെ. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ ശാന്തമായി നമ്മുടെ റോളുകൾ നിർവഹിക്കാൻ, ആ റോള് നിർവഹിച്ചതിന് ശേഷം പിൻവാങ്ങാൻ, അങ്ങനെ എനിക്ക് സാധിക്കൂ എന്നുള്ളത് നമ്മളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് അങ്ങനെയുള്ള ആ റോളുകൾ, അങ്ങനെയുള്ള ചില എൻട്രികളൊക്കെ എപ്പോഴും സ്മരിക്കപ്പെടും എന്നതിൻ്റെ തെളിവാണ് ജോസഫിൻ്റെ ജീവിതം. ഏറ്റവും കുറച്ച് പറയപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതം എത്രമേൽ വാഴ്ത്തപ്പെട്ടുവെന്ന് നമ്മൾ പിന്നീട് സുവിശേഷം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം നമുക്ക് സാക്ഷിയായിട്ട് മാറുന്നുണ്ട്. മൂന്നാമതായിട്ടൊരു കാര്യം എൻ്റെ മനസ്സിലുള്ളത്, വല്ലാത്തൊരു യുദ്ധ സംഘർഷത്തിൻ്റെ സാഹചര്യമാണ്. പശ്ചിമേഷ്യയിൽ ഇറാൻ US ഇസ്രായേൽ സംഘർഷം, പലസ്തീൻ ഇസ്രായേൽ സംഘർഷം, റഷ്യൻ ഉക്രൈൻ സംഘർഷങ്ങൾ. അപ്പം അങ്ങനെ ഒരു യുദ്ധഭീതിയിലാണ് ലോകം മുഴുവനും, യുദ്ധങ്ങൾ നടക്കുകയാണ്. ശരിക്കും യുദ്ധങ്ങളിൽ പുറമെ അരങ്ങേറുമ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ ആയിരുന്നു ശരിക്കും യുദ്ധങ്ങൾ. ഒരു യുദ്ധ പ്രതീതി ഉണ്ടായിരുന്നു ജോസഫിൻ്റെ ജീവിതത്തിൽ. സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ. ജോസഫിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സുവിശേഷത്തിൽ എൻട്രി പോലും ഇങ്ങനെ ഒരു സംഘർഷപൂർണ്ണമായ ഒരു ക്രൈസിസിലാണ്
ജോസഫിനെ അവതരിപ്പിക്കുന്നത്. ഭാര്യ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നു. പിന്നീട് ജന്മം കൊടുക്കാൻ ഇടവില്ലാതെ വരുന്നു, നാട് വിടേണ്ടി വരുന്നു. അപ്പം ഇങ്ങനെ ഈ കണ്ടതൊക്കെ ശരിക്കും ഒരു ക്രൈസിസ് ആണ്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ജോസഫിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയുള്ള ആ യുദ്ധങ്ങൾ ഉള്ളിൽ അരങ്ങേറിയപ്പോൾ ജോസഫ് വളരെ ശാന്തനായിരുന്നു, വളരെ സ്വസ്ഥമായി അതിനെ നേരിട്ടു എന്നുള്ളതാണ് ജോസഫിന്റെ വലിയ പ്രത്യേകത. അതിന് തന്മയത്തോടുകൂടി ശാന്തമായിട്ട് നേരിട്ടു. അസ്വസ്ഥനായി കാണും, പക്ഷെ അസ്വസ്ഥതയിലും ജോസഫിന് നിയന്ത്രണം വിട്ടില്ല. അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ശാന്തമായതുകൊണ്ടാണ് ജോസഫിന്റെ മനസ്സ് സ്വസ്ഥമാകാനായിട്ട് സാധിച്ചത്. നമ്മൾ ജോസഫ് പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപങ്ങൾ വളരെ പ്രസിദ്ധമാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുറിയിൽ പോലും ഇത്തരമൊരു രൂപമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പം അങ്ങനെയുള്ള ജോസഫിൻ്റെ ഉറങ്ങുന്ന രൂപങ്ങൾ, സ്വപ്നം കാണുന്ന ജോസഫിൻ്റെ രൂപങ്ങൾ പള്ളികളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് വളരെ പ്രതീകാത്മകമായിട്ട് ഇത്തരം സംഘർഷങ്ങളോട് ജോസഫ് കടന്നു പോയപ്പോഴും ജോസഫിനെ മനസ്സ് സ്വസ്ഥമാക്കാൻ സാധിച്ചു, ഉള്ള് ശാന്തമായിരുന്നു. അങ്ങനെ ഉറങ്ങാൻ സാധിച്ചു എന്നുള്ളത് അത് വലിയ കാര്യമാണ്. വളരെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലമാണത്. സ്വസ്ഥതകളില്ലാതാവുന്നു, ഉള്ളുകൾ എപ്പോഴും യുദ്ധസമാനമാണ്, ഉറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം ജീവിതം മുഴുവനും വല്ലാത്തൊരു ടെൻസ്ഡായിട്ട് മാറുകയാണ്. പ്രതിസന്ധികൾ ഒത്തിരിയേറെ ഉണ്ടാവുന്നു, മനസ്സിനടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ പകലും രാത്രിയൊക്കെ നമ്മൾ ഈ സ്ക്രീൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോണുകളും എല്ലാം എപ്പോഴും സജീവമാണ്. നമ്മൾ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളും സംഭവങ്ങളും കൊണ്ടൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സുകൾ അസ്വസ്ഥമാണ്. രാത്രിയൊക്കെ നമ്മുടെ ഉറക്കങ്ങൾ കുറയുകയാണ്. നമ്മളെപ്പോഴും മനസ്സെപ്പോഴും സജീവമായി ഇരിക്കുകയാണത്, ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ജോസഫിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾ മനസ്സിനെ സ്വസ്ഥമാക്കാനും ശാന്തമാക്കാനും സാധിക്കുമോ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വലിയൊരു മനസ്സിൻ്റെ ഒരു നന്മ കൂടിയാണ്, ഒരു ഭാഗ്യം കൂടിയാണത്. ശരിക്കും ജോസഫ് നമ്മൾ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പലായനത്തിൻ്റെ മുറിവേറ്റ മനുഷ്യനാണ്. പലായനത്തിൻ്റെ വടവുകൾ ഒത്തിരിയേറെ ബാധിച്ചൊരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യൻ്റെ, ഹെറോദേസ് എന്നൊരു മനുഷ്യൻ്റെ ദുഷ്ടത കൊണ്ട് തൻ്റെ കുടുംബത്തെ രാത്രി കൊടും തണുപ്പിലൊക്കെ ഈജിപ്തിലേക്ക് പോകുകയും തിരിച്ച് അവിടെ നിന്ന് വരികയും അങ്ങനെ നിരന്തരം ഒരു പലായനത്തിൻ്റെ, കൊടിയൊഴിപ്പിക്കലിൻ്റെ, ഇറക്കി വിടലിൻ്റെ, അകച്ചു നിർത്തൻ്റെ ഒക്കെ ഭീഷണി നേരിട്ട ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു മുറിവ് പേറിയ മനുഷ്യനാണ് ജോസഫ്. അപ്പൊ ഇങ്ങനെയുള്ള പലായനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി പോലും, ഈ പശ്ചിമേഷ്യ നിൽക്കുന്ന സംഘർഷങ്ങളും ലോകത്തിൻ്റെ എവിടെയൊക്കെ ഇങ്ങനെയുള്ള യുദ്ധങ്ങളുണ്ടോ അവിടെയൊക്കെ ഈ പലായനങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യരാട്ടിപ്പായിക്കപ്പെടുകയാണ്. അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന്, രാജ്യത്തു നിന്നൊക്കെ അവർ പുറത്താക്കപ്പെടുകയാണത്. അപ്പോൾ ഈ പലായനത്തിൻ്റെ മുറിവുകൾ ഏൽക്കുന്നവരാണ് പല മനുഷ്യരും. ചില ദുഷ്ടരായ ഭരണാധികാരികളുടെ, ഹെറോദോസിനെ പോലെയുള്ള ദുഷ്ടരായ നന്മയില്ലാത്ത ചില ഭരണാധികാരികളുടെ തെറ്റായ നടപടി മൂലം, അവരുടെ ക്രൂരമായിട്ടുള്ള അവരുടെ തിരക്കഥ മൂലം ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും പുറത്താക്കപ്പെടുന്നു, പലായനം ചെയ്യപ്പെടുകയാണ്. അത് ശരിക്കും ഫിസിക്കലായിട്ട് സംഭവിക്കുന്നു. അന്നത്തെ ജോസഫിൻ്റെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചതുപോലെ. അത് കൂടാതെ പലപ്പോഴും മനസ്സിൽ ഇത്തരത്തിലുള്ള മനസ്സിൽ നിന്ന് പലപ്പോഴും ഈ കുടിയൊഴിപ്പുകൾ നടക്കുന്നുണ്ട്, പലായനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ വീടുകളിലെ അകത്തളങ്ങളിൽ ഈ പലായനം നടക്കുന്നുണ്ട്. പ്രായമായവരെ ഒരു വീട്ടിൽ നിന്ന്
വേറൊരു മൂലയിലേക്ക് പലായനം ചെയ്യിക്കുന്നുണ്ട്. പല വീടുകളിലേക്കായിട്ട് അവരെ അകറ്റുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് ഇറക്കപ്പെടുമെന്ന് ഭീഷണികൾ നേരിടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മനസ്സിൽ നിന്ന് പലരെയും ഇറക്കി വിടുന്നവരുണ്ട്. സൗഹൃദങ്ങളിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, അടുപ്പങ്ങളിൽ നിന്ന്, കൂട്ടുകെട്ടിൽ നിന്നൊക്കെ അങ്ങനെയുള്ള കുടിയൊഴിപ്പിക്കലുകൾ, പലായനങ്ങളിലൊക്കെ മുറിവേറ്റ മനുഷ്യർ ഉള്ളപ്പോൾ ജോസഫ് എന്ന മനുഷ്യൻ ഈ പലായനത്തിന്റെ മുറിവേറ്റത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പലായനം ചെയ്യപ്പെടുന്നവരുടെ കൂടെ മധ്യസ്ഥനായിട്ട് ജോസഫ് മാറുന്നുണ്ട്. ഇറക്കി വിടുന്നതിൻ്റെ ഭയങ്ങളും വേദനയും നേരിടുമ്പോൾ ഓർക്കണം, ജോസഫ് അങ്ങനെയുള്ള പലായനത്തിൻ്റെ മുറിവുകൾ ഏറ്റ മനുഷ്യനാണ്. വിവേകപൂർണമായിട്ടുള്ള വിടവാങ്ങലുകൾ ആവശ്യമാണ്. ജോസഫ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിടവാങ്ങുന്ന മനുഷ്യനാണ്. ചിലപ്പോൾ സീനിലുണ്ട്, ചിലപ്പോൾ സീനിലില്ല. സംഘർഷങ്ങൾ വരുമ്പോൾ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, കാര്യങ്ങളെ കുറച്ചും കൂടി അവധാനത്തോടെ ചിന്തിക്കുന്നുണ്ട്, വിവേകത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് അതിനുശേഷമാണ് ജോസഫ് എടുക്കുന്നത്. എൻ്റെ മുറിയിലെ മേശപ്പുറത്തുള്ള ടേബിൾ കലണ്ടറിൽ ഈ മാർച്ച് മാസത്തിൻ്റെ ഒരു വാചകം എങ്ങനെയാണ്: യു നീഡ് ടു ഡിസ്റ്റൻസ് യുവർ സെൽഫ് ടു സീ തിങ്സ് ക്ലിയർലി. കാര്യങ്ങളെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാനായിട്ട് ചില അകലക്കാഴ്ചകൾ ആവശ്യമാണ്. അകലെ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുമ്പോൾ കാര്യങ്ങളെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ജോസഫിനെ പോലെ മാറി നിന്ന് അകന്നു നിന്നുകൊണ്ട് കാര്യങ്ങളെ കുറച്ചും കൂടി കാണാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെ കാണാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളെ കാണാൻ, അതിനെ പരിശോധിക്കാൻ, വിലയിരുത്താനായിട്ട് ഈ മാറി നിന്നൊരു കാഴ്ച ആവശ്യമാണ്. മേക്ക് എ ഡിസ്റ്റൻസ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. ആ മാറി നിൽക്കുന്നൊരു ഒളിച്ചോട്ടമല്ല, പക്ഷെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാനും തീരുമാനമെടുക്കാനും പുതിയ നിലപാടുകളുമായിട്ട് ബോധ്യങ്ങളുമായിട്ട് തിരിച്ചു വരാനും വേണ്ടിയാണ്. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുത്ത് ഇടയ്ക്കെടുക്കാനും കുറച്ചും കൂടി കാര്യങ്ങൾ വിശകലനം ചെയ്ത് പുതിയ തീരുമാനങ്ങളെ സ്വീകരിക്കാനുമായിട്ട് ജോസഫ് എന്ന മനുഷ്യൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വിവേകമുള്ള ഒരു അങ്ങനെ വിടവാങ്ങൽ ഇടയ്ക്ക് എടുക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് ജോസഫ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപേക്ഷിക്കലുകൾ എളുപ്പമാകുന്നൊരു കാലമാണിപ്പോൾ. ദാമ്പത്യ ബന്ധത്തിലും ഒക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ഈ ഉപേക്ഷിക്കലുകൾ. ഒന്ന് പറഞ്ഞ് രണ്ടാമത് പെട്ടെന്ന് പറയുന്ന വാക്ക് ഡിവോഴ്സിന്റെ ഭാഷയാണ്. ഉപേക്ഷിക്കാനായിട്ട് എളുപ്പമാണ്. ഉപേക്ഷിക്കാൻ തോന്നുക എന്നുള്ളത് പക്ഷേ മാനുഷികമായ കാര്യമാകാം. പക്ഷെ അത് വേണ്ടെന്ന് വെക്കുന്നത് ദൈവികമായൊരു കാര്യം കൂടിയാണ്. ജോസഫ് മാനുഷികമായ രീതിയിൽ തൻ്റെ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫും തീരുമാനിച്ചു, വ്യത്യസ്തനായിരുന്നില്ല. തീരുമാനിച്ചിരിക്കുമ്പോഴാണ്, പക്ഷെ പിന്നീടാണ് ആ തീരുമാനത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ആ തീരുമാനത്തെ പിന്നീട് ജോസഫ് പുനഃപരിശോധിക്കുന്നുണ്ട്, ഒരു വീണ്ടും വിചാരം നടത്തുന്നുണ്ട്. ആ വീണ്ടും വിചാരത്തിലാണ് പിന്നീട് ജോസഫ് മേരിയെ തൻ്റെ പ്രിയ ഭാര്യയായിട്ട് കൂടെ കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ഉപേക്ഷിക്കലുകൾ ഉള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിലാവാം, സൗഹൃദങ്ങളിലാവാം, അയൽ ബന്ധങ്ങളിലാവാം, ഓഫീസ് ബന്ധങ്ങളിലാവാം, ഇങ്ങനെയുള്ള ഏത് കൂട്ടുകെട്ടിൻ്റെ സാഹചര്യത്തിൽ നിന്നും ഒരു പ്രത്യേക കാരണം കൊണ്ട് ചിലപ്പോൾ നിസ്സാരപ്പെട്ടതാവാം, ഗൗരവപ്പെട്ടതാവാം, അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് മാനുഷികമായ രീതിയിൽ നമുക്ക് പ്രേരണ വരുമ്പോൾ, നമുക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ, അത്തരം സാഹചര്യങ്ങളിൽ കുറച്ചും കൂടി അവധാനതയോടെ, ഒരു ആത്മീയതയോടെ, വെട്ടത്തോടെ, ഒരു പ്രാർത്ഥനയോടെ, നിഴലോടുകൂടി അത്തരം സാഹചര്യങ്ങളെ കാണാനായിട്ട് സാധിച്ച് അത്തരം ബുദ്ധിമുട്ടേറിയ
ഉപേക്ഷിക്കലേണ്ട തീരുമാനങ്ങളിൽ വീണ്ടും വിചാരം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതിന് ധൈര്യം ആവശ്യമാണ്. താനെടുത്ത ഉപേക്ഷിക്കൽ എന്ന തീരുമാനം അത് തെറ്റാണെന്ന് ഒരു പ്രാർത്ഥനയോടെ, വെളിച്ചത്തോടെ, ഒരു ആത്മീയതയോടെ, ഒരു പിന്തുണയോടെ ജോസഫ് മനസ്സിലാക്കുമ്പോൾ എൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്നും ആ തീരുമാനത്തെ ഞാൻ തിരുത്തുന്നു എന്നും പറഞ്ഞ് മേരിയെ സ്വീകരിക്കുന്നിടത്താണ് ജോസഫ് എന്ന വലിയ മനുഷ്യൻ്റെ മഹത്വം നമ്മൾ കാണുക. നമ്മുടെ ചുറ്റുപാടിൽ അത് വളരെ പ്രസക്തമാണ്. അപ്പൊ ജോസഫിൻ്റെ ഇത്തരം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകൾ, അവിടെ ഇവിടെ പൊട്ടുപൊട്ടായിട്ട് കിടക്കുന്ന ചില സൂചനകളെ നമ്മൾ കോർത്തിണക്കി ജോസഫ് എന്ന ആ മനുഷ്യൻ്റെ പടം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു, ഇഷ്ടപ്പെടുന്ന, ഒക്കെ ഏറ്റവും പ്രിയമുള്ള, നമ്മളൊക്കെ ഏറ്റവും വണങ്ങുന്ന ഒരു ഹീറോ ആയി ജോസഫ് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മരണത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ജോസഫ് എന്ന യുവത്വം നിറഞ്ഞ ചെറുപ്പക്കാരനായ ആ ഭർത്താവായ ജോസഫ്, ഒരു കുടുംബത്തിൻ്റെ അപ്പൻ, യേശുവിൻ്റെ വളർത്തുപിതാവ്, അങ്ങനെയുള്ള ആ ജോസഫ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, ഇന്നിൻ്റെ ചുറ്റുപാടുകളിലേക്കൊക്കെ വെളിച്ചം വീശുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് ഈ മരണത്തിരുന്നാൾ, ഈ മാർച്ച് 19 ആഘോഷങ്ങൾ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.